അതായത് വളരെ സ്വാഭാവികമായി സ്പീക്കർ ചോദിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചത്. കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും നിയന്ത്രണത്തിന് വിധേയമാകാതെ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ വീണ്ടും നടുത്തളത്തിലിറങ്ങി ബഹളം വെക്കുന്ന സാഹചര്യം കണ്ടപ്പോഴാണ് ആരാണ് പ്രതിപക്ഷ നേതാവ്, കാരണം നിങ്ങളുടെ നേതാവ് ആരാണ് എന്ന അർത്ഥത്തിൽ സ്പീക്കർ ഇടപെട്ടത്. പിന്നീട് സ്പീക്കർ തന്നെ ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിന്റെ പേര് പറഞ്ഞ് താങ്കൾ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ ചർച്ചയാകാം എന്നൊരു നിലപാട് സർക്കാർ എടുക്കുമ്പോൾ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി പ്രതിപക്ഷം എന്ന ആക്ഷേപം ഉന്നയിക്കാൻ പാകത്തിൽ നിങ്ങളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇന്നിപ്പോൾ അല്പം മുൻപ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയാണ്, ഒളിച്ചോടി പോകുന്ന കേരളം കണ്ട ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന്. അങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കപ്പെടാൻ ഇടവരുത്തിയത് ഒരു മോശം ടാക്ടിക്സ് ആയില്ലേ സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന്റെ? ഒരിക്കലും ഇല്ല ഗോപികൃഷ്ണ, ഒരിക്കലും ഇല്ല. ഇവിടെ എന്താണ്, പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി, വെള്ളിലിറങ്ങി പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കണമെങ്കിൽ എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു സ്പീക്കർ. അപ്പോൾ അവരെല്ലാവരോടും മടങ്ങി വരാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് ഒരു കൈ പുറകോട്ട് ആക്കിയിട്ട് ആക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ആംഗ്യം കൊടുത്തു. അത് സംസാരിക്കുകയല്ല. അതിനിടയിൽ മുദ്രാവാക്യം വിളിച്ച് നിന്ന ആളുകൾ വരാൻ 1-2 സെക്കൻഡ് താമസിച്ചാൽ അപ്പോൾ സ്പീക്കർ സംസാരിക്കേണ്ടത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കുന്നു. ആ ചോദിച്ചതിന് പ്രതിപക്ഷ നേതാവ് അതിന് ഇംപ്രോപ്പറാണ് എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർക്ക് അത് കറക്റ്റ് ചെയ്യാൻ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല, ആ നിലയിലല്ല, ഇവരെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ ഇപ്പം നമുക്കറിയാം, CMO മന്ത്രിമാരോ ഗൈഡ് ചെയ്താലോ നിർദ്ദേശിച്ചാൽ പോലും ചിലപ്പം ഭരണകക്ഷി അംഗങ്ങൾ വരുന്നില്ലേ, വെല്ലുവിളിച്ച് വരുന്നില്ലേ? അത് കേരള നിയമസഭയിൽ കാണുന്നതല്ലേ. അപ്പം അതാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്തത്. പിന്നെ നൗഷാദ് ഇപ്പോൾ പറഞ്ഞത് വളരെ, ഇന്നും കണ്ടല്ലോ, നൗഷാദ് ഇപ്പോൾ പറഞ്ഞത് വളരെ ബാലിശമാണ്. എന്താണ്, ഈ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞ് വാക്കൗട്ട് കഴിഞ്ഞ് വന്ന ഉടനെ ആയിരുന്നു സതീശൻ ഇത് ചോദിക്കേണ്ടത്. വാക്കൗട്ട് കഴിഞ്ഞ് വന്ന ഉടനെ എന്താണ്, അനുശോചനമാണ്. മരണപ്പെട്ട സീതാറാം യെച്ചൂരി, MM ലോറൻസ്, KP കുഞ്ഞിക്കണ്ണൻ, കുട്ടി അഹമ്മദ് കുട്ടി, ഇങ്ങനെയുള്ള നേതാക്കന്മാർ, പഴയ സഭാംഗങ്ങളെക്കുറിച്ചുള്ള അനുശോചന പ്രമേയം വരുന്നത്. അനുശോചനമാണ്. അതിന് സ്പീക്കർ എഴുന്നേറ്റാൽ അന്ന് ആ സമയത്ത് ആരും ചോദിക്കില്ല. അതിൻ്റെ തുടർച്ചയായിട്ട് പെട്ടെന്ന് റൂൾ 50 വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ സ്പീക്കർ അനുവാദത്തോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിലെ വാചകങ്ങൾ സഭാരേഖയിൽ നിന്ന് ഞാൻ നൗഷാദെ അത് എപ്പോൾ വേണേലും ചോദിക്കാൻ. നൗഷാദി നമ്മൾ രണ്ടാളുള്ള തർക്കത്തിൽ സംസാരിച്ചതെങ്കിലും മര്യാദയ്ക്ക് പോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ നിങ്ങളിപ്പം റിയാസ് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞു പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന്. എവിടെയാണ് ഒളിച്ചോടിയത്? നമ്മൾ നിശ്ചയിച്ച സമയം എത്രയാണ്? സ്പീക്കർ പറഞ്ഞ സമയം എത്രയാണ്? അടിയന്തര പ്രമേയത്തിൻ്റെ സമയം 12 മണിയാണ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ വിളിച്ചോ? അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടത് ഞാനാണ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ എന്നെ വിളിച്ചു, ഞാൻ റെഡിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, അറിയാവോ? ആ സമയത്ത് പ്രതിപക്ഷ അംഗങ്ങൾ, ഞാൻ ഉൾപ്പെടെ വെല്ലിലാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. ഞാൻ 2 പ്രാവശ്യം പോയി പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടും സഭാ നടപടികൾ വേഗം തീർത്ത് അടിയന്തര പ്രമേയത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ ശരിയാണ്, അസാധാരണമായ ഒരു പ്രക്ഷുബ്ധ അന്തരീക്ഷം ഉണ്ടായി. അപ്പോൾ അതിനിടയിലും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തീർത്തു. മനസ്സിലാക്കണം. ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു. സബ്മിഷൻ വിളിച്ചു. സബ്മിഷൻ പിന്നെ മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിലൂടെ ഹവാല ഇടപെടലുകളിലൂടെ എത്തുന്ന പണം അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന ഈ ഒരു വലിയ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിനാണല്ലോ അത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് താങ്കൾ അവതരിപ്പിക്കാൻ തയ്യാറായി നിന്നത്. അപ്പോൾ അങ്ങനെ ഒരു അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധത അറിയിക്കുമ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? സഭ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല. ഉപേക്ഷ മനസ്സിലാക്കണം. ഞങ്ങൾ ബഹിഷ്കരിച്ചോ? ഞങ്ങൾ വാക്കൗട്ട് നടത്തി. ക്വസ്റ്റ്യൻ അവറിൽ ഞങ്ങൾ വാക്കൗട്ട് നടത്തി, തിരികെ വന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗ ഭാഗങ്ങൾ സ്പീക്കർ രേഖയിൽ നിന്ന് നീക്കം ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആക്ഷേപിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ അംഗങ്ങളുടെയും ആബ്സെൻസിലാണ്. അതിനെ അംഗീകരിക്കുകയും ചെയ്ത നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ആ രേഖകൾ നീക്കം ചെയ്ത് ശരിയല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ
സ്പീക്കർ അത് പരിശോധിക്കാം എന്നൊരു വാക്ക് പറഞ്ഞാൽ പ്രതിപക്ഷം ശാന്തരാകാൻ ബാധ്യസ്ഥമാണ്. അവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായിട്ടും വീണ്ടും വാക്ക് തർക്കാനുണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവിനെ വീണ്ടും ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പ്രക്ഷുബ്ധമായിട്ട് സഭാ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നത്. ആ നടുത്തളത്തിലേക്ക് ഇറങ്ങിയ ഞങ്ങളെ ഇത് ചർച്ച ചെയ്യാൻ ഇവിടെ തയ്യാറാണെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെന്താ ചെയ്യേണ്ടത്? അവിടെയാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഒരു സെക്കൻഡ്, ഗവൺമെൻറ്റിൻ്റെ ഇന്നത്തെ ബിസിനസ് എല്ലാം തീർത്തു. ഇന്നത്തെ സർക്കാരിൻ്റെ അവസാനത്തെ കാര്യൂര പട്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. എന്താണ് കാര്യൂര പട്ടിയിലെ അവസാനത്തെ ഇനം? ഇൻട്രൊഡക്ഷൻ ആൻഡ് മോഷൻ ഫോർ റെഫറൻസ് ടു സബ്ജക്ട് വിത്ത് ദ ഫോളോയിങ് ബിൽ, ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡീഷണൽ ഫംഗ്ഷൻ റെസ്പെക്ട് കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ് അമെൻമെൻറ്റ് ബിൽ 2024. ഈ ബില്ല് അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി. ഇത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടാനുള്ള പ്രമേയം എല്ലാവരും പാസ്സാക്കി. ഗവൺമെൻറ് ബിസിനസ് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് അടിയന്തര പ്രമേയം എടുക്കാനാണെങ്കിൽ അപ്പോഴാണ് എടുക്കേണ്ടത്. സ്പീക്കർ പറയണം 12 മണിക്ക് നിശ്ചയിച്ച അടിയന്തര പ്രമേയം ഇതുവരെയുള്ള നടപടികളെല്ലാം തീർന്നുകൊണ്ട് എടുക്കുകയാണ്. പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനോട് സഹകരിക്കണം. നിങ്ങൾ സീറ്റിലേക്ക് പോകണം. അവർ പോയാലും പോയില്ലെങ്കിലും പ്രമേയ അവതാരകനെ വിളിക്കണം. പ്രമേയ അവതാരകനെ വിളിക്കുമ്പോൾ ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കാൻ റെഡിയല്ലെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചു എന്ന് പറയേണ്ടത് കേട്ടോ. അല്ലാതെ ഒളിച്ചോടിപ്പോയത് ആരാണെന്ന് റിയാസിന് മനസ്സിലായില്ലെങ്കിൽ റിയാസ് ചിന്തിക്കുക, പഠിക്കുക. ഒളിച്ചോടിപ്പോയത് ഭരണപക്ഷമാണ്. ഞങ്ങൾക്കാണ് പറയാനുള്ളത്. ഞങ്ങളിത് വിട്ടിട്ടുമില്ല കേട്ടോ. ഞങ്ങൾക്കാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലെ ഹിന്ദു അഭിമുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഹിന്ദു പത്രത്തിൻ്റെ 3 ദിവസത്തെ കട്ടിങ് ഉൾപ്പെടെയാണ് ഞാൻ പോയത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ നോട്ടുണ്ട്. ഞങ്ങൾ വിട്ടിട്ടില്ല. ഇനിയും ഞങ്ങളിത് കൊണ്ടുവരും. ഈ അടിയന്തര പ്രമേയം നാളെ എടുക്കാൻ തീരുമാനിക്കാൻ സ്പീക്കർക്ക് ധൈര്യമുണ്ടോ? മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഈ അടിയന്തര പ്രമേയം, ഇതേ അടിയന്തര പ്രമേയം നാളെ പ്രതിപക്ഷം സബ്മിറ്റ് ചെയ്താൽ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ചർച്ചയിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടിയതാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അവസരം കിട്ടുകയാണല്ലോ ചർച്ച ചെയ്യാൻ. ചർച്ചയ്ക്ക് വിളിച്ചിട്ടാണോ? 12 മണിക്കല്ലേ നിശ്ചയിച്ചത്? 12 മണിക്ക് ഞങ്ങൾ സഭയിലുണ്ടോ? 12 മണിക്ക് നിശ്ചയിച്ചാൽ സമയം മാറ്റേണ്ടത് സ്പീക്കറാണ്. മറ്റ് നടപടികൾ തീർന്നതുകൊണ്ട് സാധാരണ എങ്ങനെയാണ് ഒരു ടെൻഷൻ വന്നാൽ ഞാൻ ധരിച്ചെന്താണെന്നറിയോ? സിൻസിയർലി സ്പീക്കിംഗ്, സ്പീക്കർ എഴുന്നേറ്റപ്പോൾ സാധാരണഗതിയിൽ ഒരു കീഴ്വഴക്ക അസംബ്ലി ചട്ടം, സ്പീക്കർ എഴുന്നേറ്റാൽ മെമ്പർമാരപ്പോൾ തന്നെ സീറ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ സൈലൻ്റ് ആകണം. സാധാരണഗതി ഞാൻ ധരിച്ചത് സ്പീക്കർ സഭ അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. ഞങ്ങൾ മൈക്കിൻ്റെ മുമ്പിലല്ല, ഞങ്ങളുടെ ചെവിയിൽ മൈക്കില്ല, ഹിയറിങ് സഹായില്ല. സഭ അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. അടിയന്തര പ്രമേയത്തിന് ചേരും, ശാന്തരാക്കാൻ ചേരുമെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ ചെവിയിൽ മൈക്കുള്ളതുകൊണ്ട് അവർ സീറ്റിലിരിക്കുന്നതുകൊണ്ടും അവർ പറഞ്ഞു സഭ നിർത്തിവെച്ചു, നാളെ ചേരും, 8-ാം തീയതി സഭ ചേരും, 9 മണിക്ക് ചേരുമെന്ന് അവിടെ നിന്ന് പറയുന്നതിനോട് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പറയുന്നത്. അവർ അവിടെ ഇരിക്കുകയാണ്. ഒളിച്ചോടിയത് ഭരണകക്ഷിയാണ്. ശരി, ഒളിച്ചോടിയത് ഭരണകക്ഷിയാണ്. ശരി, ഏതായാലും ഈ 15-ാം നിയമസഭയിലെ 12-ാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷത്ത് നിന്ന് ഭരണപക്ഷത്ത് ശ്രീ എം നൌഷാദും പ്രതിപക്ഷത്ത് നിന്ന് ശ്രീ സണ്ണി ജോസഫ് MLA രണ്ടുപേരും മുഖാമുഖം എത്തുകയാണ്. അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്.